ഹായ് മച്ചമാരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളിന്ന് ചക്ക കൊണ്ട് നല്ലൊരു വെടിക്കെട്ട് ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ചക്കപ്പഴംപൊരിയാണ് നമ്മളെ ഇന്നത്തെ ഐറ്റം. അപ്പോൾ ഇതേ മൈദാമാവാണ് കേട്ടോ. മൈദാമാവും അതുപോലെ തന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് ഇതേ നല്ലപോലെ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിവിടെ കുറച്ച് നേരത്തെ ഇവിടെ പരിപാടി തുടങ്ങിയത് കൊണ്ടാണ് കേട്ടോ എണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ തന്നെ ഇവിടെ എല്ലാം ഇതേ പൊരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബാക്കി ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത കേട്ടോ. അതായത് ചക്ക കട്ട് ചെയ്യുന്നതും അതുപോലെ മാവ് കുഴയ്ക്കുന്നതും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടോ, അതായത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതേ ഇങ്ങനെ നമ്മുടെ ചക്കക്കുട്ടനതേ ഓരോരോ പീസായിട്ട് എടുത്ത് നമ്മൾ ഇതേപോലെ മാവിൽ നല്ലതുപോലെ ഒന്ന് കുളിപ്പിച്ച് നമ്മൾ എണ്ണയിലേക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, ഇത് ഏകദേശമുള്ള വീടുകളിൽ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടില്ല എങ്കിൽ, ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ മാവിൽ വേണമെങ്കിൽ എള്ളോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇതിൽ ചേർക്കാൻ വേണമെങ്കിൽ അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് മാറി കിട്ടും. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം അതൊന്നും ചെയ്യുന്നില്ല. നമ്മളിത് വെറും മൈദാമാവും മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നിങ്ങളുടെ എടുക്കുന്ന ചക്കയ്ക്ക് മധുരം കുറവാണെങ്കിലും വേണമെങ്കിൽ മാവിൽ തന്നെ ലേശം പഞ്ചസാരയോടെ ചേർത്ത് കുറച്ചുകൂടെ നമുക്ക് മധുരം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പക്ഷേ ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. അതായത് ഞങ്ങളുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യും, നമ്മൾ എണ്ണയിലിട്ട് നല്ലതുപോലെ അതേ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ നല്ലതുപോലെ വേവിച്ചെടുക്കുക. അതിൻ്റെ ഒരു കൂട്ടായിട്ട് തന്നെ നമുക്കൊരു കട്ടനോ അല്ലെങ്കിൽ നല്ലൊരു ചായയോ, നല്ല ചൂട് ചായയൊക്കെ ആണെങ്കിൽ സെറ്റായിരിക്കും. പിന്നെ ഇച്ചിരി മഴ കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും അടിച്ച് പൊളിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീടുകളിൽ ഇനി വരിക്കച്ചക്ക, അതായത് ഇതുവരെയും ചെയ്യാത്തവരാണ് കേട്ടോ, വരിക്കച്ചക്ക കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല വെളിച്ചെണ്ണയുടെ ആ ഒരു മണവും എല്ലാം ആകുമ്പോൾ പൊള്ളിയായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ കുഞ്ഞു മക്കൾക്ക് കേട്ടോ, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കുഞ്ഞുമക്കൾക്ക് ഇതേപോലെ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എന്തായാലും ഐറ്റം വെട്ടിക്കെട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ വേണമെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ടൊമാറ്റോ സോസ് അങ്ങനെ എന്തെങ്കിലും സോസുകളൊക്കെ ചേർത്ത് കഴിക്കാം. ഞാൻ തൽക്കാലം അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ തന്നെ അങ്ങ് തീർക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചായയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് എൻ്റെ ഈ കാത്തിരിപ്പ്. ഇത്രയും കഴിഞ്ഞാൽ ഒന്ന് ഉടനെ തന്നെ ഞാൻ എൻ്റെ പരിപാടി അങ്ങ് തുടങ്ങും. ഇതിന് ഏകദേശം അങ്ങ് ഒതുക്കും. അപ്പോൾ മച്ചാൻ വരെ നമ്മളെ വീഡിയോ അതേ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വെട്ടിക്കെട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ബൈ.